സതീവിയോഗത്താൽ അത്യന്തം ദുഃഖിതനായി തീർന്ന പരമശിവൻ ലോകസഞ്ചാരിയായി തീർന്നു. കയ്യിൽ കപാലവും ധരിച്ച് ആ മൂർത്തി ഭിക്ഷാം ദേഹിയായി ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിൽ സദാസമയവും സതി സതി എന്ന മന്ത്രം മാത്രം നിറഞ്ഞു വന്നു. പരമശിവന്റെ ദുഃഖം കണ്ട ചരാചരങ്ങളെല്ലാം കണ്ണീർ വാർത്തു. ആർക്കാണ് ഭഗവാന്റെ ദുഃഖം ശമിപ്പിക്കുവാൻ സാധിക്കുക? അങ്ങനെയിരിക്കെ ഒരു നാൾ സഞ്ചാരത്തിനിടയിൽ പരമശിവൻ യമുനാ നദി തീരത്തെത്തി. സ്വച്ഛസ്വസ്ഫടിക വർണ്ണത്തിൽ ഒഴുകുകയാണ് യമുനാ നദി. കണ്ണാടി സദൃശ്യമായ ആ നദീജലം അത് കണ്ടപ്പോൾ തന്നെ പരമശിവൻ ആശ്വാസപൂർവ്വം നിശ്വസിച്ചു. അനന്തരം കൈകാലുകൾ കഴുകി ദാഹശമനം വരുത്താനായി അദ്ദേഹം ജലത്തിലിറങ്ങി. വിരഹാതുരനായിരുന്ന ഭഗവാൻ പ്രാർത്ഥനയോടെ ഒരു കൈക്കൊമ്പിൽ ജലം കോരിയെടുത്തു. അത്ഭുതത്താൽ ഭഗവാന്റെ മുഖം വികസിച്ചു. ജലം കറുത്ത നിറമുള്ളതായിരുന്നു. എന്താണിതിന് കാരണം? അത്ഭുതത്തോടെ ഭഗവാൻ നദിയിൽ ഒന്ന് മുങ്ങി നിന്നമർന്നു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. അല്പം നിമിഷങ്ങൾക്ക് മുമ്പ് വരെ പരിശുദ്ധ വർണ്ണത്തിൽ ഒഴുകിയിരുന്ന നദീജലം ഇപ്പോൾ കറുകറുത്ത വർണ്ണത്തിൽ രൂക്ഷഭാവത്തിൽ പായുന്നു. ഭഗവാൻ നദിക്കരയിൽ കയറി. ഈ സമയം നദിപ്പരപ്പിൽ അതിദിവ്യമായൊരു തേജസ് ഉയർന്നു. സർവാഭരണ വിഭൂഷിതയും ശുഭ്രവസ്ത്രധാരികരുമായ ഒരു ദേവത അവൾ ഭഗവാനെ കൈകൂപ്പി സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: ഭഗവാനെ, പരമേശ്വര, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്താൽ ഞാൻ ഇന്ന് പുണ്യലോകങ്ങൾ നേടിയിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ സംശയഭാവത്തിൽ തുടർന്നു: എന്നാൽ ദേവ, ആ ദിവ്യരൂപത്തിന്റെ വാക്കുകൾ ശ്രവിക്കുകയായിരുന്ന ഭഗവാൻ ചോദിച്ചു: ദേവി, എന്താണ് അവിടുത്തെ വാക്കുകൾ പൂർണ്ണമാക്കാത്തത്? പറയുക, എന്താണ് ദേവി അലട്ടുന്ന പ്രശ്നം? ശിവശങ്കര, അവിടുത്തെ വിരഹതാപം എൻ്റെ ഓളങ്ങളിൽ സ്വീകരിക്കാനുള്ള ശക്തിയില്ല. ദേവ, അവിടുത്തെ സ്പർശന മാത്രയിൽ തന്നെ ജലവർണ്ണം മാറിയത് അവിടുന്ന് കണ്ടുവല്ലോ. സ്വച്ഛവർണ്ണമായ യമുനാ നദി ഇന്നിതാ കറുത്ത നിറമുള്ളവളായി തീർന്നിരിക്കുന്നു. യമുനാ നദി തന്റെ ദുഃഖം അറിയിച്ചു. അല്ലയോ യമുനാ നദി, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു. സതീദേവിയോടുള്ള അഗാധമായ പ്രണയം, ദേവിയോടൊത്തുള്ള ഓരോ നിമിഷത്തിൻ്റെയും സ്മരണ, ഇവ എൻ്റെ വിഹ്രാഹാഗ്നിയെ അനുനിമിഷം വർദ്ധിപ്പിക്കുന്നു. ആരാലും ശമിപ്പിക്കാനാകാതെ ആ വേദനയുടെ ഫലമായി ദേവിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പരമശിവൻ തൊഴുകൈകളിലൂടെ ദേവിയെ നോക്കി. അരുത് ഭഗവാൻ, അവിടുന്ന് എന്നോട് മാപ്പ് ചോദിക്കരുതേ. ദേവ, അവിടുത്തെ ദർശനത്തിനായി നൂറ്റാണ്ടുകൾ തപസ്സനുഷ്ഠിക്കേണ്ടതുണ്ട്. ഉഗ്രമായ തപസ്സില്ലാതെ അങ്ങ് തന്നെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ അവിടുന്നോട് ഞാൻ നന്ദിയുള്ളവളാണ്. ആർദ്രസ്വരത്തിൽ യമുനാ നദി അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു: ദേവി, അവിടുത്തെ മഹാമനസ്കത എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. യമുനെ, നിന്റെ പൂർവ്വവർണ്ണം തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത നിമിഷം യമുനാ നദിയുടെ വർണ്ണം മാറി മാറി വന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ നദിക്ക് പൂർവ്വനിറം കൈവന്നു. സന്തുഷ്ടയായി തീർന്ന യമുനാ നദി രജവസ്ത്രോത്രം ചൊല്ലിത്തുടങ്ങി. സംപ്രീതനായ പരമശിവൻ യമുനാ നദിയെ അനുഗ്രഹിച്ച ശേഷം തന്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്തത് താരകാസുരന്റെ ജനനമാണ്. തുടരും.